സഹകരണ മേഖലയെ കാലോചിതമായി പരിഷ്കരിച്ച് കൂടുതൽ സുതാര്യത കൊണ്ടുവരികയാണെന്ന് മന്ത്രി വി എൻ വാസവൻ. അമ്പലപ്പുഴ സർവീസ് സഹകരണ സംഘത്തിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിൽ കൂടുതൽ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ 57 ഭേദഗതികൾ ഉൾപ്പെടുത്തി നിയമം കുറ്റമറ്റതാക്കിയതായും നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ ഈ നിയമം ഗവർണർ ഒപ്പുവച്ചതായും മന്ത്രി പറഞ്ഞു. ഒരു നാടിൻ്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് കാഴ്ചവെക്കുകയാണ്. പൊതുജനങ്ങളെ സ്വകാര്യ മേഖലകളുടെ ചൂഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും സഹകരണ മേഖല നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന ശൈലി സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഏറ്റവും ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ പകർന്നുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു മേഖലയാണ് സഹകരണ പ്രസ്ഥാനം. ഇതാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മഹത്വം. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. 2.5 ലക്ഷം കോടി രൂപയോളം നിക്ഷേപമുള്ള ഇന്ത്യയിലെ തന്നെ വലിയ പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ. ഓരോ മേഖലയിലും വ്യത്യസ്തമായ കാൽവെപ്പുകളാണ് സഹകരണ മേഖലയിൽ നടക്കുന്നതെന്ന് ശതാബ്ദി സ്മാരക മന്ദിര ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കേരളത്തിലെ കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള ജനകീയമായ സ്ഥാപനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ സമാന്തര സമ്പദ്ഘടന, ഒരുപക്ഷെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാണ് പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഈ സഹകരണ പ്രസ്ഥാനം തകർക്കാൻ വേണ്ടി വലിയ ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. സമ്മേളനത്തിൽ അധ്യക്ഷനായ എച്ച് സലാം MLA ബാങ്ക് ലോക്കറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി ഗാനകുമാർ കോൺഫറൻസ് ഹാളും ആദ്യ നിക്ഷേപം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ VK സുബീനയും നിർവഹിച്ചു. കൈരളി ന്യൂസ്, ആലപ്പുഴ.